അസ്സലാമലൈക്കും. ഗ്രൂപ്പിലെല്ലാവരോടും പറയാണ്, ഞാൻ ആ വെള്ളിയാഴ്ചത്തെ വീഡിയോ പറഞ്ഞല്ലോ 4 തെങ്ങുണ്ടെന്നറിയാം. അത് ഒരു മണിക്കൂറിൻ്റെ മീതായി ഒരു തെങ്ങ്, ഒരു മണിക്കൂറിൻ്റെ മീതായി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം അപ്പുറത്ത് കാറ് എന്തൊരു ഭാഗ്യം കൊണ്ട് മാറ്റി തന്ന്, ഇവിടുന്നും ചില്ലറ മാറ്റി തന്നു. പക്ഷേ പണിയെടുക്കാൻ പറ്റില്ല. തെങ്ങിൻ്റെ മുകളിൽ നിറഞ്ഞിട്ട് ഈ കച്ചറുണ്ടല്ലോ, ഈ പരുന്ത് കൂട് കൂട്ടിയിട്ട് അതിൻ്റെ ഇതൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ കാണി ആകെ ഒരു 10 റുപ്യ കിട്ടാൻ ചില്ലറ പണിയൊന്നുമല്ല സംഭവം. പറഞ്ഞ ഒരാളും വിശ്വസിക്കില്ല. അങ്ങോട്ടാണ് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റണില്ല. ഇതിവിടെ പൂട്ടിയിട്ടിരിക്കണ്. എന്നിട്ട് ആ കയറ് അപ്പുറത്ത് കൂടെ 2 കയറിട്ട് വലിച്ചിട്ട് അതാണ് ആ സമയം വൈകിച്ചത്. അല്ലെങ്കിൽ കിടക്കണ ഇലക്ട്രിസിറ്റി ആണ്. ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ആ തെങ്ങത്തെ കൊല അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ടല്ലോ, ഈ ബിൽഡിങ്ങൊക്കെ ടച്ച് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. ഇതിനുള്ളിലേക്ക് ഇട്ടിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ കമ്പിയാണ്. ഇതിനുള്ളിലേക്ക് ഇറങ്ങാനും പറ്റില്ല. അങ്ങനെ ഇത് വെച്ചിട്ട് പതുക്കെ അയിമ്മ കൂടെ കയറി ഇറങ്ങിയപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ ഇതിമ്മ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാണ് വലിയ ഡേഞ്ചർ. അപ്പോൾ ഈ മരം ഇതാ നിൽക്കണേ. ഈ മരത്തിൻ്റെ മുകളിൽ കൂടെ കൊല അങ്ങോട്ടേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിച്ചിട്ട് ഒരു മണിക്കൂറിൻ്റെ മീത ആ തെങ്ങിൻ്റെ മുകളിൽ പണിയെടുത്ത്. സംഭവം വെള്ളിയാഴ്ച ജുമാൻ്റെ സമയത്ത് ഞങ്ങളോട് പറഞ്ഞില്ല, ഉസ്താദ് നമ്മൾ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് ദുആ ചെയ്യണ സമയത്ത് നമുക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. എനിക്കറിയില്ല ഉസ്താദ് എന്താ പറഞ്ഞെന്നുള്ളത്. എല്ലാവരും ആമി എടുക്കേണ്ട, ആ കൂടുതൽ ഞാനും ആമി എടുക്കേണ്ട. അപ്പം ഞാൻ കൈ ഉയർത്തുമ്പോൾ എൻ്റെ റബ്ബിനോട് പറഞ്ഞാണ് കണ്ണടച്ചിട്ട്, അള്ളാഹുവേ എല്ലാവർക്കും വേണ്ടിയിട്ട്, എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, ഉപ്പാൻ്റെ മൂത്താപ്പ, എളാമ, എളീമ എല്ലാവരുടെ അടുത്തേക്കും ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ പറയണം, അള്ളാഹുവേ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അള്ളാഹു തീർത്തിട്ടാ, ഞങ്ങൾക്ക് മാനസികമായ വിഷമങ്ങളുണ്ടെങ്കിൽ തീർത്തിട്ടാ. ഇത് ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്യേണ്ടത്. ഉസ്താദിൻ്റെ അർത്ഥം മനസ്സിലായിട്ട് ഉസ്താദ് അതിന് നമുക്ക് അർത്ഥം അറിയാത്ത നമ്മളിങ്ങനെ ആമി എന്ന് പറയാം. അപ്പം നമ്മളെന്ത് ചെയ്യണം, ആ കൂട്ടത്തിൽ കൂടെ നമ്മളിങ്ങനെ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ വിചാരിക്കുക. ഓരോ വിഷമവും കാര്യങ്ങളും, കുടുംബത്തെ വിഷമവും, മാനസികമായ കടം വീടാതെ ഒരുപാട് പ്രയാസങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ അങ്ങനെ ദുആക്കെ ചെയ്ത് ആമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാനങ്ങോട്ട് അത് അവസാനിച്ചപ്പോൾ പിന്നെയാണ് എനിക്ക് ഫോൺ കോൾ വന്നത്. 4 തെങ്ങുണ്ട്, ഹൈമത്തെ ഇളനീരും കൊണ്ടേക്കോ, എനിക്ക് 2000-3000 രൂപ വേറെയും തരാം. ഇതൊന്നും ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷേ നല്ല അധ്വാനിക്കണം. ഈ കണ്ട ഓലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും പറയുമ്പോൾ പറയും ആ നസ്രാണി കൊറ്റ ഭ്രാന്താണ്. അസ്സലാമു അലൈക്കും.